ഒരു അടിപൊളി തോട്ടം. ആപ്പിള്, പേര്, പിന്നെന്താ ഉള്ളത്? പ്ലമ്മൊക്കെ നമുക്ക് ഫാമിൽ വന്ന് പിക്ക് ചെയ്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ ഒരു അടിപൊളി വീഡിയോ നമുക്ക് ഇന്ന് അടിപൊളിയായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം കേട്ടോ. അത് കിടുക്കൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കിടുക്കൻ സെറ്റപ്പ് വീഡിയോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരാണ് കേട്ടാ. സൂപ്പർ. ഇത് പിങ്ക് ലേഡി പോലത്തെ നല്ല, ഇത് പിങ്കാണോ ജാസാണോ ഏത് വെറൈറ്റി എന്നറിയില്ല. നാച്ചുർ പിക്ക് ആപ്പിൾ. അത് സൂപ്പർ കേട്ടോ. നല്ല മധുരം, കിടുക്കൻ. ആ അടിപൊളി. എവിടെ ആണോ? നമ്മൾ ആ സൈഡിൽ കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് പേരുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അതെ ഇത് പ്ലമ്മാട്ടോ. പ്ലം ട്രീ ആണത് ഇപ്പം നമ്മുടെ പുറകിൽ കാണുന്നത്. ഇനി നാളെ ഇതിൻ്റെ ലൊക്കേഷൻ ചോദിച്ചു പിന്നെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളോട് ഇതിൻ്റെ തോട്ടത്തിലെ കാര്യത്തിന് 2 വാക്ക് പറയാനുണ്ട്. ആര് വന്നാലും ഇങ്ങനത്തെ തോട്ടങ്ങളൊന്നും നശിപ്പിക്കരുത്. ഇത് കമ്പൊക്കെ ഓടിച്ചിട്ടേക്കുന്നത് എങ്ങനെയൊന്നും ഓടിച്ചുള്ളൂ, നശിപ്പിക്കരുത്. ആവശ്യത്തിന് നമസ്കാരം പറയാം. നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോയി ഇറങ്ങി കഴിഞ്ഞ് വന്ന വഴി തന്നെ നമ്മൾ ചെറിയ ഷോപ്പിംഗ് നടത്തി വന്നപ്പോൾ പറഞ്ഞു നമുക്കൊരു ആപ്പിൾ പറിക്കുന്ന സ്ഥലം നമ്മുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞു, വീടിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മളന്ന് പോയി കണ്ടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ടീമുകളെ വിളിച്ചപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബിൻസും ഫാമിലിയാണ്. എങ്കിൽ അവരാണ് നമ്മൾ ഗൈഡ് ചെയ്തത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ സ്ഥലമുണ്ട്, അപ്പോൾ നമുക്ക് പോയി കാണാമെന്ന്. നമുക്കൊരു അടിപൊളി വീഡിയോ കണ്ടാലോ. സോ വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ വി ഫൈൻഡ് ബിയോണ്ട്. നമ്മുടെ കേരള UK കാഴ്ചകൾ മനോഹരമായിട്ട് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ള ഒന്ന് കൂടെ കൂടിക്കോ കേട്ടോ. ഒന്ന് സബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഉണ്ട്. ഒന്ന് കട്ടയ്ക്ക് കൂടെ കൂടണം കേട്ടോ. ആപ്പിൾ പറിക്കണമെന്ന് പറഞ്ഞ ടീമുകളൊക്കെ ഓൾറെഡി തോട്ടത്തിലോട്ട് പോയിട്ടോ. ആപ്പിൾ മരം കണ്ടില്ല, ഇനി ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. സാധനം ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. നല്ല ആപ്പിൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ സ്ഥലം ഗൈഡ് ചെയ്തത് നമ്മുടെ ബിൻസാണ്. ഇവര് സ്ഥലം ബിൻസ് തോട്ടം എവിടെ ഏറ്റവും കൂടുതൽ സൈഡ് എവിടെയാണ് ഉള്ള ഫ്രൂട്ട്? അങ്ങോട്ട് കിടക്കുന്നു, താഴോട്ട് മുഴുവൻ ഉണ്ട്. ഇങ്ങനെ കിടക്കുക മുഴുവൻ. ഇതിൽ എന്തൊക്കെ ഉള്ളത്? ടോപ്പ് പോർഷനാ. എന്തൊക്കെ ഉള്ളത് ഇതില്? ആപ്പിളിന്റെ വിവിധ വകഭേദങ്ങളാണ് ഇതിന് മുഴുവൻ കാണുന്നത്. തിന്നുക, മതിക്കാൻ പോവാ. പിങ്ക് ലേഡി ഒക്കെ ഉണ്ട് തരാം അല്ലേ? ഏതൊക്കെയോ ഉണ്ട്, ഒന്നും അറിയത്തില്ല. നല്ല മധുരം, കഴിച്ചു നോക്ക്. ആണാ, അത് നല്ല ഭംഗിയായിട്ട് കിടക്കണ്ടത് അല്ലേ? നല്ല സീറ്റ് സെറ്റ് ബൾബിട്ട് കിടക്കുന്ന പോലെ കണ്ടാ. അതെ ആപ്പിള്, ഇങ്ങനെ അടിപൊളി ആപ്പിള്. അത് സൂപ്പർ കേട്ടോ. നല്ല മധുരം, എടുക്കൻ. ആ അടിപൊളി. വെറൈറ്റി ആപ്പിളുകളാണ് നിൽക്കുന്നത്. ഒരു കുഞ്ഞ മരം കണ്ടാ. നമ്മൾ വലിയ സംഭവത്തിലുള്ള ഹൈറ്റൊന്നും ഇല്ല. വിവിധ ഇനം അല്ലേ? മുതലാക്കാണോ സജി? ഇതിപ്പോ വയറിപ്പെന്ന് പറയും, പിന്നെ മടുത്തു പോകും. അതാ പ്രശ്നം. എല്ലാത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുക. കുറച്ചിന് ഇപ്പൊ 2-3 ദിനം വേറെ അറിയുന്നേ. ഇത് ആപ്പിൾ മരം എന്ന് പറഞ്ഞാൽ വലിയ പൊക്കത്തിൽ നിന്നാവണമെന്നില്ല കേട്ടോ. സംഭവം നമ്മൾ ചെറിയ മരങ്ങളിലാണ് ഈ മാതിരി ഫ്രൂട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടാവണത്. നല്ല ചെറിയ ടൈപ്പ് മരങ്ങൾ, ഇഷ്ടംപോലെ ഫ്രൂട്ട് ഉണ്ടോ. ഇലയേക്കാൾ കൂടുതൽ ഫ്രൂട്ട് ഉണ്ടാവുന്ന രീതിയിൽ ഉണ്ട്. ഇത് ഗ്രീൻ ടൈപ്പ് ആയിട്ടുള്ളൂ. ഇത് പാകാവണുള്ളൂ. അപ്പുറത്ത് അതൊക്കെ പാകമായി. പിങ്ക് ലേഡി. നമ്മുടെ ഗ്യാങ്ങളൊക്കെ അപ്പുറത്തേക്ക് പോയില്ല. ഓ, ഇത് ഗ്രീൻ ആപ്പിൾ കണ്ടോ? എന്ത് വലിയ ആപ്പിളാണ് നോക്കിയത്. ഒരു ആപ്പിളിൻ്റെ സൈസ് നോക്കിയേ. ആപ്പിളിൻ്റെ സൈസ് കണ്ടോ? കിടുക്കൻ വലിയ സംഭവമുണ്ട് അതൊക്കെ. ഇതൊരു ഫോറസ്റ്റ് ലാൻഡ് ഏരിയ പോലെയാണ് കേട്ടോ. അതിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഗവൺമെൻറ് ഒരു പ്രോപ്പർട്ടി ആണ് കൗൺസിലിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്ര ഫ്രീഡത്തോടു കൂടി ആൾക്കാർ വന്ന് പൊട്ടിച്ച് കൊണ്ടുപോകണത്. ഓ, ഇത് നോക്കിയാൽ മറ്റേ ജാസ് ആപ്പിൾ എന്നൊക്കെ പറയുന്ന ടൈപ്പ്. എന്ത് വലുതാ അത് കണ്ടോ? നല്ല നല്ല അടിപൊളി ഫ്രൂട്ട്.
നമ്മുടെ വീട്ടിലൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആകുമെന്ന് വിചാരിക്കുന്നു. പൊങ്ങുണ്ട് ചെറുതായിട്ട്. ഇതൊക്കെ അത് പൊങ്ങി വരണുള്ളൂ. എവിടെ തിരിഞ്ഞാലും ആപ്പിളുകൾ. കൊമ്പടിയാൻ പാകത്തിന് ആപ്പിൾ എന്ന് പറയില്ലേ, ആ രീതിയിലാണ് സാധനം ഉണ്ടായി കിടക്കണേ. ഇതൊക്കെ റെഡി ആവണ്. പാകമായത് കുറേയൊക്കെ ആൾക്കാർ വന്ന് പറിച്ചിട്ടാ. ഇത് കണ്ടോ, ഇത് വേറെ ഒരു ചെറിയ മരാട്ടാ. ഇത് കളക്കി. ആപ്പിൾ മാത്രമല്ല കേട്ടാ, ഇത് ചെറിയുടെ ട്രീ ആണ്. ഈ കാണുന്നത് ഇവിടെ ഈ മരമൊക്കെ ചെറിയുടെയാണ്. ചെറിയ ഓൾറെഡി എല്ലാവരും പറിച്ച് ചെയ്തിട്ടുണ്ടോ. ചെറിയ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കുറച്ച് മരങ്ങളുണ്ട് ഇവിടെ, പക്ഷെ ചെറിയ അതിലില്ല. അജിലേ, ആപ്പിൾ മരങ്ങൾക്കിടയിൽ കണ്ട അജിലേ, അറിയില്ല നമുക്ക് പാർക്ക് മുന്തിരിത്തോപ്പോൾ സിനിമയിലെ പോലെ കണ്ട നാച്ചുറൽ പുറമെ പൊട്ടിച്ച് കടിക്കണ്ടേ ഞാനാ. ഇതിപ്പോ നമ്മുടെ പറമ്പിലെ വിളഞ്ഞ ആപ്പിൾ കണ്ട പറയങ്ങൾ കാണിച്ചു അജിലേ. I hit the jackpot. I just hit 2 apples down. കുഞ്ഞു ആ ചെറുത് പൊട്ടിക്കില്ല, എന്നാ നല്ലത് നോക്കി പൊട്ടിക്കുക. ഞാനാ ഇപ്പുറത്തേക്ക് വാ കുഞ്ഞു, ഇവിടെ വാ. ഉള്ളിൽ വലുത് നോക്കി പറിച്ചതാണോ? നല്ല ഇത് എന്നിട്ട് വലിയ ഗ്രീൻ ആപ്പിളിന്റെ വേർഷൻ വേറാണ് അല്ലേ? ആ, ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മുടെ തോട്ടത്തിലല്ലേ. ഇത് നമ്മുടെ അയലോക്കത്തെ തോട്ടം അല്ലേ? കഴിഞ്ഞ തവണ നിങ്ങൾ 2-3 കവറൊക്കെ ഇവിടുന്ന് കിട്ടിയിരുന്നല്ലോ അല്ലേ? അടിപൊളി. വേണ്ടാ, ഇത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ജെന്നാ. ഇത് ഇഷ്ടമായോ? അവൻ ഇങ്ങോട്ട് കാണിച്ചത് നോക്കട്ടെ. ഓ അടിപൊളി. ബ്രോ സൂപ്പറാടാ. നമ്മുടെ ടീമുകൾ ആപ്പിളൊക്കെ അതെ കുറച്ച് പിക്ക് ചെയ്ത് ഇവിടെ ആസ്വദിക്കണേടാ. കുഞ്ഞാ കണ്ടിട്ട് ബിൻസിനെയാണ് ഇതിന്റെ തോട്ടക്കാരനായിട്ട് ഏൽപ്പിച്ചേക്കണേ കേട്ടോ. ഇനിയിപ്പോ നാളെ പോലും സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ എന്നോട് ആരും ചോദിക്കണ്ട. ബിൻസിന്റെ പെർമിഷനിലാണ്ട് ഇവിടെ ആരെയും അകത്തേക്ക് കയറ്റില്ല. എന്നിട്ട് എല്ലാവരും സ്ഥലം ചോദിക്കും എന്ന് എനിക്കറിയാം. കാരണം ഇന്നാളിട്ട വെന്തിപ്പാടം ഹിറ്റായി പോലെ ഇത് ആൾക്കാർ നിങ്ങളിപ്പോ വരാണെങ്കിൽ തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ബിൻസിനെ. ഇനി നാളെ ഇതിന്റെ ലൊക്കേഷൻ ചോദിച്ചു പിന്നെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളോട് ഇതിന്റെ തോട്ടത്തിലെ കാര്യത്തിന് 2 വാക്ക് പറയാനുണ്ട്. ആര് വന്നാലും ഇങ്ങനത്തെ തോട്ടങ്ങളൊന്നും നശിപ്പിക്കരുത്. ഇത് കമ്പൊക്കെ ഓടിച്ചിട്ടേക്കുന്നത് എങ്ങനെയൊന്നും ഓടിച്ചുള്ള നശിപ്പിക്കരുത്. ആവശ്യത്തിന് മാത്രം പരിപാലിപ്പിച്ച് പോരാൻ വല്ല ബുദ്ധിമുട്ടാണ്. അപ്പം വരുന്നവരോട് വേണ്ടെന്നൊന്നും പറയുന്നില്ല. വരുന്നവർ വരിക, ആവശ്യത്തിന് കഴിക്കുക, പോവുക. അത്യാവശ്യത്തിന് വേണേൽ പറിച്ചു കൊണ്ടുപോകാവുന്നതാണ്. പക്ഷെ നിങ്ങൾ പഴുത്തത് മാത്രം പറിച്ചുകൊണ്ട് പോവുക, പച്ച പറിച്ചുകൊണ്ട് പോകാതെ. ഇത് പ്രകൃതിയെ സംരക്ഷിക്കാനും കിളികൾക്കും എല്ലാവർക്കും കൂടിയിട്ടുള്ള മനുഷ്യന് വേണ്ടി മാത്രമല്ല, എന്താ പറയുക, പ്രകൃതിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. എല്ലാവരും സഹകരിക്കണം കേട്ടോ പ്രിയ സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ സഹകരിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ അടിപൊളി സെറ്റപ്പ്. എവിടെ ആണോ? ഗ്ലാസ് കഴിക്കുന്ന കഴിക്ക് ബാ. നമ്മുടെ ആപ്പിൾ കഴിഞ്ഞപ്പോ തൊട്ടടുത്ത് പേറുണ്ട്. പിന്നെ അതിന്റെ അടുത്ത് തന്നെ ഇത് പ്ലം ആട്ടോ. പ്ലം ട്രീ ആണിത് ഇപ്പൊ നമ്മുടെ പുറകിൽ കാണുന്നത്. പ്ലം ഫ്രൂട്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് പാകമായിട്ടുണ്ടോ എന്നുള്ളത് കുഞ്ഞു നോക്കിയേ. ടേസ്റ്റ് ഉണ്ടോ? ആ അതെ, പഴുക്കുന്നുള്ളതേ കണ്ട. ഇതാണ് പ്ലം ട്രീ കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഇത്രയും നല്ല ഫ്രൂട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന തോട്ടം നമ്മൾ കാണണം എന്തായാലും. സോ ഇത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുന്തിരിക്കൊല പോലെയാണ് അത് ഉണ്ടായിക്കണേ കണ്ടോ കണ്ടോ കണ്ട മുന്തിരിക്കൊലയുടെ കണക്കാട്ടോ
സാധനം ഉണ്ടായിരിക്കണത്. കിടുക്കൻ കിടുക്കൻ എന്ന് പറഞ്ഞാൽ കിടുക്കൻ. പക്ഷെ ഇത് പാകമാണല്ലോ കേട്ടോ, ചെറുതാണ് ഫ്രൂട്ട്. തുടക്കാനായിട്ട് വെച്ച് ഇത് കണ്ടോ, കൊല കുത്തിപ്പളം. പക്ഷെ അത് പച്ചയായിട്ടാ ആക്ച്വലി. പച്ചയുണ്ട്, പഴുത്തുണ്ട് ഇവിടെ. പഴുത്തത് അപ്പുറത്തുണ്ട്. ഇതിനൊക്കെ നല്ല ഫ്രൂട്ട് അപ്പുറത്തുണ്ടെന്ന്. ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് നോക്ക്. അതിന്റെ ഉള്ളിലോട്ട് വന്ന അവിടെ ഈ ഉള്ളിലേക്ക് വന്നേ, അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നോക്കി. ഇവിടെ തൂങ്ങിക്കിടക്കണോക്കി. അടിപൊളി, ഇത് അടിപൊളി. You can eat any. കുഞ്ഞു അത് കുറച്ചുകൂടി ഫ്രൂട്ട് നല്ല സ്വീറ്റ് ആവട്ടെ. പ്ലമ്മിന്റെ മാരകമായ വേർഷനുകൾ അല്ലെ, ഇത്ര സൈക്കോസിന്റെ ഭയങ്കര പരിഹാരം എന്ന് പറഞ്ഞ പോലെ. ഇത് ചെറിയ ടൈപ്പ്. ഇത് അല്ലേ, ഇത് നല്ല രസമായിട്ട് കിടക്കണ്ട കേട്ടാ. ഇത് കിടക്കണോ? ഇത് ഇതിന്റെ മുകളിൽ നോക്ക്, ഇഷ്ടം പോലെ ഉണ്ട് ഇതിന്മേ. ആ വാവ്, എന്തല്ലേ അടിപൊളി. ഓരോ ഫ്രൂട്ടും അല്ലേ, ഈ പ്ലമ്മിൽ തന്നെ പല വെറൈറ്റിയാണ് ഇവിടെ നിൽക്കണത്. ഇതാണ്ടാ കാണിച്ചത്. ഇത് രണ്ടാ. ആ മറ്റേത് ചെറിയ ടൈപ്പ്, ഇത് വേറെ സംഭവം അല്ലേ. ഇത് വന്നില്ലെങ്കിൽ ഒരു നഷ്ടമായേനെ ഈ കാഴ്ചകൾ. ഇത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. താങ്ക്സ് ടു ജോയ്സി ബിൻസ്, കാരണം അവരുടെ പറമ്പാണ്, അവരാണിത് വിളവെടുപ്പ് ഇതിൻ്റെ നോട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്ലം ട്രീ നമ്മൾ സാധാരണ പ്ലം കടയിൽ പോയി നമ്മൾ മേടിക്കാറുള്ളൂ. പ്ലം ട്രീന്ന് നമുക്ക് ആദ്യമായിട്ട് ഡയറക്റ്റ് പിക്കിങ് ആടാ. ഇത്രയും നല്ല സെറ്റപ്പ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മുടെ അടുത്ത് ഇങ്ങനെ സെറ്റപ്പ് ഗവൺമെൻറ് നമുക്ക് റെഡിയാക്കി തന്നേക്കാണ്. ഈ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി.